ഉണ്ണിപ്പിണ്ടി കറി വെക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഉണ്ണിപ്പിണ്ടി. കണ്ട സംശയം തോന്നും, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബ് ലൈറ്റ് പോലെ ഈ വെളുത്ത് കാണുന്നതാണ് ഉണ്ണിപ്പിണ്ടി. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം. ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ മിക്കവാറും ആൾക്കാർ ഇത് ഭക്ഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവതലമുറ ഇത് കണ്ടില്ല, ഇത് വെട്ടുമ്മയൊക്കെ കറയൊക്കെ മുണ്ടുമ്മയാവും, അല്ലെങ്കിൽ ഷർട്ടുമ്മയാവും, പിന്നെ കയ്യിലൊക്കെ കറയാവും. അപ്പോൾ കൈയുടെ പത്തിയൊക്കെ കാണാനായിട്ട്, വിരലുകളും കാണാനായിട്ട് ഭംഗിയുണ്ടാവില്ല. ഇതാണ് പിണ്ടി, കണ്ടില്ലേ. അപ്പം നമ്മളൊരു കൊലച്ച വാഴ, അത് കായൊക്കെ പഴുത്തു തുടങ്ങി, അതിൻ്റെ ഈ സൈഡിൽ, അതായത് ചെരിഞ്ഞ് നിൽക്കുന്ന വശത്ത് നമ്മൾ പതുക്കെ വാഴയുടെ പിണ്ടി പകുതിയാണ് മുറിയാൻ പാടുള്ളൂ. പകുതിയേക്കാളും കൂടുതൽ മുറിയരുത്, മുറിഞ്ഞതിനെ ഇടിഞ്ഞൊളിഞ്ഞ് വീഴും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു 10 അടി ഹൈറ്റിലുള്ള വാഴയാണ്. അപ്പോൾ നമ്മളൊരു 6 അടി 7 അടി മുകളിൽ വെച്ചിട്ട് പതുക്കൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇനി 3 അടി താഴത്തേക്ക് വന്നാലും ഈ കൊല നിലത്ത് വന്ന് മുട്ടില്ല, കണ്ടില്ലേ, തൂങ്ങി കിടക്കുന്നത്. അപ്പം നമ്മൾ പരമാവധി ഇത്തിരി മുകളിൽ വെച്ച്, കയ്യെത്തുന്ന മുകളിൽ വെച്ചിട്ട് വെട്ടണം. അല്ലെങ്കിൽ ഈ വാഴക്കൊല താഴെ വീണ് ഒടിഞ്ഞ് പൊളിഞ്ഞങ്ങോട്ട് പോകും. അതൊക്കെ അപ്പോൾ സാധാരണ കൃഷിക്കാർക്കൊക്കെ അറിയാം. നിങ്ങളുടെ വീട്ടിൽ 1-2 വാഴയ്ക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപഠിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ പഴുത്തു. അപ്പോൾ ഇഷ്ടംപോലെ വാഴയും കൊലയും ഉള്ള കാരണം ഞങ്ങളിത് പിന്നെ വെട്ടാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയത്, കണ്ടില്ലേ. ഇതാണ് പാളയം കോടൻ. അപ്പോൾ ഇതിൻ്റെ അണ്ണാറക്കണ്ണനും വവ്വാലൊക്കെ തിന്ന പഴങ്ങളൊക്കെ ഞാൻ ചെത്തിക്കളയാണ്. അപ്പോൾ ഇഷ്ടംപോലെ അണ്ണാറക്കണ്ണനും കിളികളും നിറഞ്ഞ എൻ്റെ തോട്ടത്തിൽ അവറ്റയ്ക്കും ഒരു ഭക്ഷണമാവട്ടെ. അപ്പോൾ സബിതയുണ്ട്, അവൾ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതി, കുറച്ചൊക്കെ അണ്ണാൻ തിന്നു പോക്കോട്ടെ എന്ന് എൻ്റെ ഭാര്യ. ശരിയെന്ന് പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ പിണ്ടിയൊക്കെ വെട്ടിയിട്ട്, പിണ്ടി അതിൻ്റെ ആവശ്യമില്ലാത്ത പാട്ടൊക്കെ, നമ്മൾക്കിപ്പോൾ ഒരു ദിവസത്തേക്ക് പിണ്ടി വേണ്ടു. ഇനി ഇത് ചീഞ്ഞു പോയാലും അടുത്ത വാഴ വെട്ടി നമുക്ക് എടുക്കാം. അപ്പം അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതും പിണ്ടിക്ക് സ്വാദ് കുറയും, പിന്നെ അതിന് ഇത്തിരി മൂത്ത് മുരടിച്ച പോലെ വരും, ടൈറ്റായിരിക്കും. അപ്പം നമ്മൾ ഈ കടക്കയിൽ നിന്നാണ് എടുക്കുന്നത്, കണ്ടോ. ഒരു 4 അടിക്കാണ് എടുക്കണുള്ളൂ. അപ്പോൾ ഒരു കുഴി മുന്നേ കുത്തിയിട്ട് അതിലേക്ക് ഈ പിണ്ടിക്ക് ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടാനായിട്ട് എളുപ്പമാകുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്ത കാരണം ഇന്ന് പോവാണ്. മണി 8 മണിയായി. അപ്പോൾ 1 മണിക്കൂർ അതിന് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട ഇതാണ് പിണ്ടി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണിപ്പിണ്ടി എടുക്കണം. അപ്പോൾ ഈ തടി കണ്ടോ, ഒരു 4 അടിക്ക് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി താഴത്തേക്ക് ഇങ്ങോട്ട് ഒന്നും വരയ്യ. ഇത് പിണ്ടിമ കൊള്ളരുത്, അതായത് ഉണ്ണിപ്പിണ്ടിമ, ആ ട്യൂബ് ലൈറ്റ് പോലെ ഇരിക്കുന്ന ആ ഉണ്ണിപ്പിണ്ടിമ മുറിയാണ്ട് ഇങ്ങോട്ട് വലിക്കുക താഴത്തേക്ക്, കണ്ടല്ലേ. അപ്പം ഞാൻ ഒരു 4 ഇഞ്ച് അകലത്തിൽ മുറിച്ചേക്കണം, കണ്ടോ. ഇങ്ങനെ മുറിക്കല്ല, ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരയിട്ടേക്ക് കൊടുക്കണം. ഇനി നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങോട്ട് വലിക്കാം, കണ്ടില്ലേ. ഓരോ ലെയർ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് പോരും. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലേ, അല്ലെങ്കിൽ താഴത്ത് ഇപ്പോൾ കട വെട്ടി താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മളത് ചവിട്ടി പിടിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് ഉരുണ്ടുപോകും, ഇങ്ങോട്ട് ഉരുണ്ടുപോകും, പിന്നെ ചെളിയാവും, മണ്ണാവും. അപ്പോൾ ഇതാണ് എളുപ്പപ്പണി. വാഴനെ മറച്ച് കളയരുത്, അല്ലാതെ തന്നെ ഒരു 4 അടി അല്ലെങ്കിൽ 5 അടി നിങ്ങൾക്ക് ആവശ്യമുള്ള ഉയരത്തിൽ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊളിച്ചെടുക്കുക, കണ്ടില്ലേ. അപ്പോൾ ചെളിയാവില്ല, മണ്ണാവില്ല, നിലത്ത് ഇടണ്ട, കണ്ടില്ലേ. അപ്പോൾ കൂടുതൽ കടക്കിലേക്ക് ഇറക്കിയെടുക്കാൻ പാടില്ല, കാരണം അവിടെയൊക്കെ പിണ്ടിക്ക് ഭയങ്കര ടൈറ്റായിരിക്കും. അപ്പോൾ ഒരു പരമാവധി 1 അടി അല്ലെങ്കിൽ 2 അടി ഹൈറ്റിൽ വെച്ച് കട്ട് ചെയ്ത് കളയണം. ഇപ്പം ഞാൻ 1 അടിക്ക് എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. ഇതിൻ്റെ വാഴപ്പോള, ഈ പോളയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പിണ്ടീനെ മാത്രം എടുക്കണം. അപ്പം ഉണ്ടോ ഒടിഞ്ഞു, കണ്ടില്ലേ. അത് സോഫ്റ്റായ സ്ഥലം കണ്ടോ. നമ്മളിവിടെ കടയ്ക്ക് എൻ്റെ വാള് കൊണ്ടുപോയി തന്നെ മോള് വശം ഒടിഞ്ഞു വീണു, കാരണം അത്രയും സോഫ്റ്റാണ് സാധനം, കണ്ടില്ലേ. അപ്പോൾ ഇനി കൂടുതൽ താഴത്തേക്ക് പോകാൻ പാടില്ല, അവിടേക്ക് ടൈറ്റായിട്ട് വരും. അപ്പം നമുക്കിന്ന് കുറച്ചെണ്ണം ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പണ്ടൊക്കെ മുതിരും
പിണ്ടിയും അല്ലെങ്കിൽ വാഴമാങ്ങ പിണ്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിണ്ടിക്കറി. അപ്പോൾ പിണ്ടിക്കറി എന്ന് വെച്ചാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ ഇത് സബിതയുടെ പണിയാണ്. ഒരു ചേമ്പലയിൽ വെച്ചിട്ടാണ് ഇത് അരിയുന്നത്. ചേമ്പലയാണ് പിന്നെ ഇതുപോലെ വെള്ളമൊന്നും പിടിക്കില്ല, കറയൊന്നാവില്ല, വളരെ നല്ലതാണ്. വാഴയുടെ ഇലയിലും മതി, കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ റൗണ്ടായിട്ട് 1 സെൻറ്റിമീറ്റർ വണ്ണത്തിലാണ് മുറിച്ചത്, കണ്ടില്ലേ? നോക്കിയാൽ കണ്ട 1 സെൻറ്റിമീറ്റർ വണ്ണത്തിൽ കണ്ട് മുറിച്ചു. ഇനി ആദ്യം കട്ട് ചെയ്യുക. അപ്പോൾ 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ കട്ടിങ് പീസാണ്, കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകേണ്ട കാരണം എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കണം. അപ്പോൾ 9:30 തുറക്കുക. കാലത്ത് 9 തൊട്ട് രാത്രി 9 വരെ എനിക്ക് കടയിൽ ഡ്യൂട്ടിയാണ്. അപ്പോൾ മിക്കവാറും ലേറ്റായിട്ടാണ് തുറക്കുക. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഇതിപ്പോൾ നമ്മൾ പിണ്ടി എടുത്താൽ എത്ര പറയുക, ഒരു 1/2 കിലോ കഷ്ടി 400 ഗ്രാം ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് ഇട്ട് വെക്കണം. ഒരു 50 ഗ്രാം ഏറ്റവും കുറഞ്ഞു. 50 ഗ്രാം വെളുത്തുള്ളിക്ക് 20 രൂപ ഉണ്ട് കേട്ടോ. ഭയങ്കര വിലയാണ്. 400 രൂപയാണ് കിലോ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇടിച്ചുകൊണ്ട് എടുക്കുക. അപ്പോൾ തന്നെ നമ്മളൊരു ഫ്രൈ പാൻ, കണ്ടില്ലേ? ചീനച്ചട്ടി. പണ്ട് ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് ചീനച്ചട്ടി. ഇത് വെച്ചു തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല ആട്ടിയ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണിത്, കണ്ടില്ലേ? ഇന്ന് ചക്കൊന്നുമില്ല, എസ്പെല്ലറാണ് കൂടുതലും. അപ്പോൾ എസ്പെല്ലറിൽ ആട്ടിയ വെളിച്ചെണ്ണയ്ക്കാണ് വില കുറവ്. കാരണം എസ്പെല്ലറിൽ എത്രയാ 80% എണ്ണ കിട്ടും. അപ്പോൾ വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ സബിത ഭയങ്കര എക്സ്പെർട്ടാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഒരു കറിയൊന്നുമല്ല, ഒരു 5-6 കറി ഉണ്ടാക്കി വയ്ക്കുക. അതാണ് അവളുടെ കുഴപ്പം. അപ്പോൾ പറയും ലൂക്കച്ചന് കറികളല്ല ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയും. പിന്നെ ഒന്നും ഉണ്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചുവപ്പ് കളറായപ്പോൾ നല്ല നാടൻ വേപ്പില അങ്ങോട്ട് പിഴുതിടണം, കണ്ടില്ലേ? ഇനി കുറച്ച് മുളക് പൊടി. കാശ്മീർ മുളക് പൊടിയൊന്നും വേണ്ട, സാധാരണ മുളക് പൊടി മതി. കാശ്മീർ മുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കാശ്മീർ ഒന്നും ആവില്ലേ മക്കളെ. അതൊക്കെ കുറേയൊക്കെ കളറൊക്കെ ചേർത്ത് സാധാ മുളക് പൊടി അടിച്ചു വിടും. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നമ്മളുടെ പിണ്ടി ഇട്ടു. അപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു 300-400 ഗ്രാം എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് ലൂക്കാസ് സൂപ്പർ മാർക്കറ്റ് തുറക്കണം. അപ്പോൾ എൻ്റെ സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്നത് NH 544, സേലം കന്യാകുമാരി ഹൈവേ. അതായത് കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ അങ്ങനെ പോണ ഹൈവേയിലാണ് എൻ്റെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ ഒരു ചേമ്പിൻ്റെ ഇല മുറിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ടേക്കാണ്. അപ്പോൾ സബിത പറഞ്ഞത് ചേമ്പല എപ്പോൾ വാടി അതൊന്ന് ഫ്രൈ ചെയ്ത പോലെ ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പിണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ചോറിടുന്നുണ്ടോ, എല്ലാവരും ഇല മറച്ചിട്ടിട്ടുണ്ടോ? ഇത് ഇലയുടെ മോളുവശം. ഞങ്ങൾ കൃഷിക്കാരിത് കണ്ട് അനുഭവമുള്ള കാരണേ അങ്ങനെ ഇടില്ല, മറച്ചിടാണ്. അപ്പോൾ കണ്ടില്ലേ, ചേമ്പിൻ്റെ ഇല വാടി ഈ തോരൻ, പിണ്ടിത്തോരൻ റെഡി, കണ്ടില്ലേ? ഇതാണ്. അപ്പോൾ ഇതാണ് മുരിങ്ങക്കായും മാങ്ങയും ഇട്ടിട്ടുള്ളൊരു കറി. ഇത് ചേമ്പിൻ്റെ ഇലയും ചേമ്പിൻ്റെ തണ്ടും വെച്ചത്. ഇതാണ് നമ്മുടെ പിണ്ടി തോരൻ. കണ്ടില്ലേ പിണ്ടിത്തോരൻ? പിണ്ടി കണ്ട, ഈ തലമുടി പോലെ ചിലതൊക്കെ തൂങ്ങിയെടുക്കുക, കണ്ട. അപ്പോൾ ഇതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പഴമക്കാർ, എനിക്കറിയില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ട്, താറാവ് മുട്ട ഉണ്ട്, ഇത് കഞ്ഞിവെള്ളം, കള്ളല്ല കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മളുടെ പിണ്ടി ഒന്ന് കഴിച്ചു നോക്കാം.
ഓ, നല്ല രുചി കണ്ട, അടിപൊളി സ്വാദാണ്. അപ്പോൾ വ്ളോഗർമാർ പറയണ പോലെ ഒന്നല്ല, ഇത് ഒറിജിനൽ സാധനമാണ്, ഒറിജിനൽ ടേസ്റ്റാണ്. അപ്പം നമ്മൾ നുണയല്ല പറയുന്നത്, ഇത് ഭയങ്കര പിണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ പിണ്ടി കഴിച്ചെടുക്കണം. അതൊക്കെ സ്ത്രീകൾക്കറിയാം. അപ്പം അങ്ങനെ വേവിച്ച പിണ്ടിക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാദിഷ്ടമാണ്. അപ്പോൾ വ്ളോഗർമാർക്ക് ഹോട്ടലിൽ പോയിട്ട് ഓരോന്ന് തിന്നുമ്പോളേ എരിഞ്ഞിട്ട് അവൻ്റെ വായ പൊളിയും. അപ്പോൾ എന്ന് കാണിക്കുമ്പോൾ നമ്മളുടെ വിചാരം ഭയങ്കര ടേസ്റ്റ്. എന്നിട്ട് അവൻ എന്ത് പറയും, വ്ളോഗർ പറയുന്നത് വെറുതെ തിന്നുന്ന ഭക്ഷണമാണല്ലോ, ഭക്ഷണത്തിന് അവനും പൈസ ഒന്നും കൊടുക്കണ്ട വ്ളോഗർക്ക്. അപ്പോൾ ഭയങ്കര രുചിയാണ്, ഭയങ്കര സ്വാദെന്ന് പറയും. അതല്ല ഇതൊക്കെ ഒറിജിനൽ സാധനം, കൃഷിക്കാരൻ്റെ തോട്ടത്തിൽ നിന്ന് പറിക്കുക, മുറിക്കുക, തിന്നുക. കണ്ടില്ലേ, ഇതാണ് റൈസ് സൂപ്പ്, വെറും കഞ്ഞി വെള്ളം. കണ്ടില്ലേ, ഇതൊക്കെയാണ് വിറ്റാമിൻ എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ചപ്പാത്തി ഉണ്ട്, എൻ്റെ ഭാര്യ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് നോക്കിയേ, ഒരു റൗണ്ടല്ല, കറക്റ്റ് റൗണ്ട് ആവില്ല. കാരണം എന്താ, മറ്റ് മെഷീനിൽ അടിച്ച ചപ്പാത്തിയാണ് കറക്റ്റ് റൗണ്ട്. അത് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ചപ്പാത്തിക്ക് ഞങ്ങൾ 5 റുപ്യ വെച്ച് കുറച്ചാണ് വില കുറച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വെള്ളം 10 രൂപ വരെ എനിക്കൊന്ന് വിൽക്കുന്നത്. 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ മിനറൽ വാട്ടർ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നത് എത്രയാ, 10 രൂപ. ചപ്പാത്തി ഒരെണ്ണത്തുമ്പോൾ 5 രൂപ വെച്ചിട്ട് ഡിസ്കൗണ്ട് എല്ലാം വിൽക്കുക. അപ്പം ഞാൻ ഈ സാധാരണക്കാരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയുന്ന കാരണം മിക്ക സാധനങ്ങളും 5 രൂപ, 3 രൂപ, 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കും. അപ്പോൾ ഉണ്ടോ, ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇലയിൽ കഴിച്ചാറിന് എന്തുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി നേരെ നമ്മുടെ പറമ്പിലേക്ക് ഒരു വീക്ക്, അവിടെ അവൻ കിടന്ന് ചീഞ്ഞ് വളമായിക്കോളും. കണ്ടോ, നമ്മുടെ പ്ലേറ്റ് നോക്കിയാൽ ക്ലിയർ. അപ്പോൾ സബിതയ്ക്ക് ഇനി ഇത് കഴുകാൻ